തെരഞ്ഞെടുപ്പ് അടുക്കും തോറും എന്തെല്ലാം കോലാഹലങ്ങളാണ് പ്രതിപക്ഷം കാട്ടിക്കൂട്ടുന്നത് എന്നതിന് അറുതികളില്ല. ഉപതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. തുടർന്ന് നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടപടികൾ ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനകളുമായി ജനങ്ങൾ സഹകരിക്കണമെന്ന് ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിൽ 10 സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ, 9 ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ, 3 ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകൾ, 2 വീഡിയോ സർവൈലൻസ് ടീമുകൾ എന്നിവയും മറ്റ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള നിർബന്ധിത നടപടികളാണവ. ജൂൺ 11 നിലമ്പൂർ റെസ്റ്റ് ഹൌസിൽ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും റിട്ടേണിംഗ് ഓഫീസറും മറ്റ് പ്രധാന ഉദ്യോഗസ്ഥരും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലും വിശദീകരിച്ചിരുന്നു. മണ്ഡലത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ താൽക്കാലിക ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും വാഹന പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ടീമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതുമാണ്. ഓരോ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമും ഒരു ഗസറ്റഡ് ഓഫീസറും മറ്റ് 2 ഉദ്യോഗസ്ഥരും, ഒരു വീഡിയോഗ്രാഫറും, ഒരു സിവിൽ പോലീസ് ഓഫീസറുമാണ് ഉള്ളത്. സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളുടെ ജീവനക്കാർക്ക് നൽകിയ ചുമതലകളിൽ വാഹനങ്ങളുടെ സമഗ്ര പരിശോധനയും ഉൾപ്പെടുന്നുണ്ട്. പരിശോധനാ പ്രക്രിയ പൂർണ്ണമായും വീഡിയോയിൽ പകർത്തും. തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഈ നിർബന്ധിത പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നതായും കളക്ടർ അറിയിച്ചിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ നടന്നിട്ടും പ്രതിപക്ഷം ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല. നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വാഹനം ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ചതിൽ UDF ഉണ്ടാക്കിയ കോലാഹലങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രതിപക്ഷത്തെ മാത്രം മുന്നമിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെ ആയിരുന്നല്ലോ. K. രാധാകൃഷ്ണൻ MP, V. അബ്ദുറഹിമാൻ, VP സാനു, AP അനിൽകുമാർ, ഷോൺ ജോർജ് തുടങ്ങി മുന്നണി ഭേദമില്ലാതെ മിക്ക നേതാക്കന്മാരുടെയും വാഹനങ്ങൾ ഇതുവരെ നിലമ്പൂർ ഇലക്ഷൻ കമ്മീഷന്റെ വാഹന പരിശോധനയ്ക്ക് വിധേയമായിട്ടുള്ളതാണ്. പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ പരിശോധന നടത്തുന്നത് സർവ്വസാധാരണമായ കാര്യമാണ്. നടപടികളും രീതികളും അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ഈ നാടകങ്ങളൊക്കെ നടക്കുന്നതെന്ന് മാത്രമാണ് വീണ്ടും അവ്യക്തമായിട്ടുള്ളത്.